ഭൂലോകം മുഴുവൻ അണക്കി വാണിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിച്ചിരുന്നു. ജിന്നുകളും പിശാചുക്കളും പക്ഷിമൃഗാദികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്ക് വിധേയരായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രാജധാനി സ്വർണ്ണമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിംഹാസനം മരതകം, ഗോമേതകം, മാണിക്യം, ആനക്കൊമ്പ്, സ്വർണം മുതലായവ കൊണ്ട് നിർമ്മിച്ച അതിവിശിഷ്ടമായ ഒന്നായിരുന്നു. ഭൂലോകം മുഴുവൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അധീനമായതടക്കമുള്ള സർവ്വ സൗഭാഗ്യങ്ങളും കൈവന്നത് അദ്ദേഹത്തിന് അല്ലാഹുവിൽ നിന്ന് ലഭിച്ച ഒരു അത്ഭുത മോതിരം മൂലമായിരുന്നു. ആ മോതിരം അദ്ദേഹം എല്ലായ്പ്പോഴും കൈവിരലിൽ അണിഞ്ഞിരുന്നു. അതിന്മേൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ വാചകം അറബിയിൽ ആലേഖനം ചെയ്തിരുന്നു. മലമൂത്ര വിസർജന വേളയിൽ അദ്ദേഹം ആ മോതിരം ഊരിവെക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു നാൾ നബി മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ മോതിരം തൻ്റെ പ്രിയപുത്രിയായ അമീനയെ ഏൽപ്പിച്ചു. ഈ സന്ദർഭത്തിൽ തക്കം പാർത്തിരിക്കുകയായിരുന്ന ഒരു കരിമ്പൂതം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വേഷത്തിൽ അമീനയെ സമീപിച്ച് മോതിരം ആവശ്യപ്പെട്ടു. ഭൂതത്തെ പിതാവെന്ന് തെറ്റിദ്ധരിച്ച് നിഷ്കളങ്കയായ പെൺകുട്ടി സംശയമൊന്നും കൂടാതെ മോതിരം ഭൂതത്തിന് കൊടുത്തു. ഭൂതം മോതിരം തൻ്റെ കൈവിരലിൽ ധരിച്ചു. മോതിരത്തിൻ്റെ പ്രഭാവത്താൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അടിമപ്പെട്ടിരുന്ന എല്ലാ സൃഷ്ടിജാലങ്ങളും കരിമ്പൂതത്തിൻ്റെ അധീനത്തിലായി. താമസിച്ചില്ല, അവൻ നബിയുടെ സിംഹാസനത്തിൽ ആസനസ്ഥനായി ഭരണം തുടങ്ങി. കാഴ്ചയിലും ഭാവത്തിലും സുലൈമാൻ നബിയുമായി അവന് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതിനാൽ നബിയുടെ പരിവാരങ്ങളും കിങ്കരന്മാരുമെല്ലാം ഭൂതത്തെ അക്ഷരം പ്രതി അനുസരിച്ചു. മലമൂത്ര വിസർജനത്തിനു ശേഷം തിരിച്ചു വന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുത്രിയോട് മോതിരം ആവശ്യപ്പെട്ടു. വിസ്മയഭരിതയായ മകൾ ചോദിച്ചു, പ്രിയ പിതാവേ, അങ്ങ് കുറച്ചു മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് മോതിരം തിരിച്ചു വാങ്ങിയത് ഓർക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് രണ്ടാം തവണയും അങ്ങ് അത് ആവശ്യപ്പെടുന്നത്? എന്തോ ചതി എവിടെയോ പറ്റിയിട്ടുണ്ടെന്ന് ബുദ്ധിമാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി. സമയം കളയാതെ അദ്ദേഹം സിംഹാസനത്തിനടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സിംഹാസനത്തിൽ ഒരു പിശാചാണ് ഉപവിഷ്ടനായിരിക്കുന്നത്. അവനാണ് തൻ്റെ അത്ഭുതമോതിരം തട്ടിയെടുത്തത്. അല്ലാഹു തന്നെ ഒരു അഗ്നിപരീക്ഷണത്തിന് വിധേയനാക്കിയിരിക്കുകയാണെന്ന് ജ്ഞാനിയായ അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ഹൃദയം പുകഞ്ഞു. ഒരു മഹാസാമ്രാജ്യമാണ് തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പതറാതെ മനസ്സാന്നിധ്യം വീണ്ടെടുത്ത് രണ്ടാം തവണയും മകളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നീ മോതിരം തിരിച്ചു കൊടുത്തത് നിന്റെ പിതാവിനല്ല, ഒരു കരിമ്പൂതത്തിനാണ്. അവൻ എൻ്റെ വേഷം പൂണ്ട് നിന്നെ കബളിപ്പിച്ചതാണ്. മോതിരത്തിൻ്റെ പ്രഭാവത്താൽ സിംഹാസനത്തിലിരുന്ന് ഇപ്പോൾ ഭരണം നടത്തുന്നത് ആ പിശാചാണ്. ഞാനാണ് എൻ്റെ പിതാവ് സുലൈമാൻ നബി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് തന്നെയാണ് മോതിരം കൊടുത്തത്. സിംഹാസനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നതും അദ്ദേഹം തന്നെ. എനിക്ക് അബദ്ധം വിടഞ്ഞിട്ടില്ല. നിങ്ങളാണ് കരിമ്പൂതം, മകൾ മറുപടി പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിത്തരിച്ചു പോയ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അദ്ദേഹം സ്ഥലം വിട്ടു. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അല്ലാഹുവിൻ്റെ ഹിതത്തിനനുസരിച്ചാണെന്ന് കരുതി നബി സമാധാനിച്ചു. ചക്രവർത്തി പദവി നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം ദുഃഖിച്ചില്ല. അല്ലാഹുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കരുണാസാഗരനായ അല്ലാഹുവേ, നിന്റെ ഇഷ്ടമാണ് ഈ ദാസൻ്റെയും ഇഷ്ടം. നിന്റെ പരീക്ഷണങ്ങളിൽ പതറാതെ ആപത്ഘട്ടങ്ങൾ ക്ഷമയോടെ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്ക് നീ പ്രദാനം ചെയ്യണേ. ഉപജീവനത്തിനുള്ള മാർഗം അദ്ദേഹം സ്വയം കണ്ടെത്തി. സമുദ്രതീരത്ത് പോയി അദ്ദേഹം മത്സ്യം പിടിച്ചു ജീവിച്ചു. ആഗോള ചക്രവർത്തിയായിരുന്നപ്പോഴും അദ്ദേഹം വളരെ ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. തൻ്റെ പ്രിയപ്പെട്ട പ്രജകൾ ശുദ്ധമായ ഗോതമ്പ് റൊട്ടി ആഹരിച്ചിരുന്നപ്പോൾ അതിൻ്റെ ഉമി കൊണ്ടുണ്ടാക്കിയ പലഹാരം മാത്രമാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത്. കഷ്ടിച്ച് നഗ്നത മറക്കത്തക്ക ലളിതമായ വസ്ത്രധാരണ രീതിയായിരുന്നു നബിയുടേത്. കൈത്തൊഴിൽ ചെയ്തു കിട്ടിയിരുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നത്. പൊതുഖജനാവിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹം ശമ്പളമായി പറ്റിയിരുന്നില്ല. ഇപ്രകാരമുള്ളൊരു ജീവിതം നയിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മീൻ പിടിച്ച് ജീവിക്കുക വിഷയമായിരുന്നില്ല. അല്ലാഹുവിൻ്റെ ഹിതം നിറവേറ്റാൻ തന്നെ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാൾ മത്സ്യം പിടിക്കുന്നതും വിറ്റ് നടക്കുന്നതും ജനങ്ങൾ കൗതുകത്തോടെ വീക്ഷിച്ചു. ജനം അദ്ദേഹത്തിന് ചുറ്റും കൂടി പലതും ചോദിച്ചെങ്കിലും ആരോടും ഒരക്ഷരം അതിനെപ്പറ്റി അദ്ദേഹം ഉരിയാടിയില്ല. അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി.
ദിവസങ്ങൾ കടന്നുപോയി. കരീംഭൂതം രാജ്യഭരണം ഉത്സാഹത്തോടുകൂടി നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ്റെ തീർപ്പുകളും വിധികളും പിയച്ചവയും അധാർമികതയുമായിരുന്നു. ക്രമേണ നബിയുടെ ഭാര്യയ്ക്കും കൊട്ടാരത്തിലുള്ളവർക്കും പ്രജകൾക്കുമെല്ലാം അവനിൽ സംശയം ജനിക്കാൻ തുടങ്ങി. അവരെല്ലാം ആ ഭൂതചക്രവർത്തിയിൽ നിന്ന് അകന്നു നിന്നു. പിന്നെ അവൻ്റെ ചെമ്പ് പുറത്താക്കാൻ അധികം താമസമുണ്ടായിരുന്നില്ല. അവൻ്റെ ദുർഭരണത്തെക്കുറിച്ച് ബോധ്യമായ ജനങ്ങൾ അവനെതിരെ തിരിഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ 40-ാം ദിവസം ഭൂതം കടലിലേക്ക് എടുത്തു ചാടി ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. താൻ അപഹരിച്ച മോതിരം ഭൂതം കടലിലെറിഞ്ഞു. സംഗതിവശാൽ അന്ന് നബിക്ക് കിട്ടിയ മത്സ്യം അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് മുറിച്ച് പാകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മത്സ്യത്തിൻ്റെ വയർഭാഗം മുറിച്ചപ്പോൾ തൻ്റെ അത്ഭുത മോതിരം അത് ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്നു തിളങ്ങുന്നു. ഭൂതം മോതിരം കടലിലെറിഞ്ഞപ്പോൾ ആ മത്സ്യം അത് വിഴുങ്ങുകയായിരുന്നു. തൻ്റെ പരീക്ഷണഘട്ടം അവസാനിച്ചിരിക്കുന്നതായി സുലൈമാൻ നബിക്ക് ബോധ്യമായി. അല്ലാഹുവിന് സുജൂദ് ചെയ്ത് അദ്ദേഹം ആ മോതിരം വീണ്ടും കയ്യിലണിഞ്ഞു. അദ്ദേഹം തിരിച്ചു കൊട്ടാരത്തിലെത്തി തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായപ്പോൾ കാര്യങ്ങളെല്ലാം വീണ്ടും പൂർവ്വസ്ഥിതിയിലായി. സർവ്വജീവജാലങ്ങളും പഴയതുപോലെ അദ്ദേഹത്തിന് കീഴടങ്ങി. പ്രജകൾ സന്തുഷ്ടചിത്തരായി. തൻ്റെ വിജയം ക്ഷമ മൂലം ലഭിച്ചതാണെന്നും ക്ഷമിക്കുന്നവനെ അല്ലാഹു അനുഗ്രഹിക്കുമെന്നും സുലൈമാൻ നബി ജനങ്ങളോട് പറഞ്ഞു.